ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ എങ്ങോട്ട് പോകാനാണ് റെഡി ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ ശബരിമലയിൽ പോവാണ് നാളെ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഞാനും കിട്ടും ഡാഡും കൂടെ ഒരുമിച്ച് പോകുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കിട്ടുവിന് വർക്കുണ്ട്. അങ്ങനെ കിട്ടു വർക്കിന് പോയി 2 ദിവസം കിട്ടു ബിസി ആയിരിക്കും, അതുകൊണ്ട് കിട്ടുന്ന വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഡാഡുവിനെ കൊണ്ട് അങ്ങ് പോകാമെന്ന്. ഞാൻ ഡാഡും കൂടെ ബസ്സിലാണ് പോകാൻ പോകുന്നത്. നെടുമങ്ങാട് ടു നെയ്യാറ്റിൻകര ഓർ ബാലരാമപുരം, 2 ഇടയ്ക്കാണ് സ്ഥലം. അങ്ങനെ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പോകാൻ പോവാണ്. ഞാനും ഡാഡും റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വീഡിയോയാണ്. നമുക്ക് ജസ്റ്റ് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്ത് വൈബ് അടിച്ച് പോവാം. ആ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. വെൽക്കം. അങ്ങനെ ഡാഡുസ് റെഡി ആയിരുന്നു. ഡാഡിൻ്റെ ഉടുപ്പ് കണ്ടോ? ഇത് ഡാഡിന് നൂലുകെട്ടിന് കിട്ടിയ ഉടുപ്പാണ്, നമ്മുടെ അമ്മ കൊടുത്ത ഉടുപ്പാണ്. അപ്പം നമ്മൾ ഇടാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗം കൊണ്ട് അതിന് കയറുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അതിനെ ഒരു കത്രികയുടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അതുകൊണ്ട് അതിപ്പം കയറി. ഈ ഉടുപ്പ് വയറൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മൂടി വയ്ക്കാം, കുഴപ്പമില്ല. ഡാഡിന് ഉറക്കം വന്നിരിക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണേ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 2-3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അമ്മ ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിതാ പാടവരമ്പത്തൂടെ നടക്കുവാണ്. ഇനി ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് കാണാം. എന്താണെന്നറിയില്ല, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഓട്ടോ കിട്ടാറുണ്ട്. അങ്ങനെ ഇന്നത്തെയും പോലെ എനിക്കിതാ ഓട്ടോ കിട്ടി. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പം തന്നെ ബസ്സും കിട്ടി കേട്ടോ. സീറ്റൊക്കെ ഇട്ട് ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. എനിക്ക് ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെട്ട് വർത്തമാനം പറയുന്നൊരു ഹോബിയുണ്ട്. അപ്പം നമുക്ക് ഇതുവരെ അറിയാത്ത ഒരാളിനെ നമ്മൾ പരിചയപ്പെടുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. പക്ഷേ കൊച്ചിലെ എനിക്ക് ശീലമുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഫോണൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അവരോടുള്ള മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല, നമ്പർ വാങ്ങിക്കാൻ പറ്റാറില്ല. അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ ഇന്ന് വഴിതിരിച്ചൊക്കെ വിട്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു സിറ്റിയിൽ. അപ്പോൾ ഞാനിന്ന് ബസ്സിൽ വെച്ചൊരു അമ്മയെ പരിചയപ്പെട്ടു. ഉഷ എന്നാണ് അമ്മയുടെ പേര്. അമ്മയെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് അമ്മ. എറണാകുളത്താണ് അമ്മയുടെ വീട്. ട്രിവാൻഡ്രത്ത് എന്തോ ആവശ്യത്തിന് വന്നതാണ്. പോകാൻ നേരത്തെ എനിക്ക് ഉമ്മയൊക്കെ തന്നെ ബ്ലെസ് ചെയ്തിട്ടാണ് പോയത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ തമ്പാനൂരെത്തി. അവിടെ നിന്ന് ബസ് കയറി ഞാൻ നേരെ എത്തിയത് അഞ്ചുമോളുടെ വീട്ടിലേക്കാണ്. അവളുടെ വീട് അവണാകുഴിയിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ നേരെ അവിടെ പോയി ആദൂട്ടൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ആദുവും ഡാഡുവും കൂടെ വീണ്ടും കണ്ടുമുട്ടി. അവരവിടെ കിടന്ന് കളിക്കാനൊക്കെ തുടങ്ങി. നല്ല രസമായിരുന്നു. അന്ന് കണ്ടതിന് ശേഷം അവരിപ്പോഴാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. അപ്പോൾ കണ്ടൊരു എക്സൈറ്റ്മെൻറ്റാണ്. കണ്ടില്ലേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, തൊട്ട് നോക്കുന്നു. അങ്ങനെ അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു മാമി. ഞാൻ ചോറെടുത്തു. ചോറ്, പൈനാപ്പിൾ പുളിശ്ശേരി, പപ്പടം, മാങ്ങാച്ചാർ, മീൻകറി, ഇതായിരുന്നു കറികൾ. പൊതുവെ എനിക്ക് ഫുഡ് ഇഷ്ടമാണെങ്കിലും ഇവിടുത്തെ ഫുഡിനോട് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റാണ്. കാരണം ഞാൻ 2015 മുതൽ കഴിക്കാൻ തുടങ്ങിയ ഫുഡാണിത്. +1 മുതൽ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ടിട്ട് നേരെ ഓടുമായിരുന്നു ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. നമുക്കൊരു വലിയ പാത്രമുണ്ട്. ആ പാത്രത്തിൽ ഞാനും അഞ്ചുമോളും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കും. അതൊരു ഫീലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാനും അഞ്ചുമോളും മാത്രമായി കോളേജിൽ പോയപ്പോൾ അവിടെയും നമ്മൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് കഴിച്ച ഫുഡ് ഇപ്പം വീണ്ടും കഴിച്ചപ്പം ഭയങ്കര ഒരു നിർവൃതി തോന്നി. അഞ്ചുമോൾ ഓടെയാണ് അവിടെ കൂടെ. അങ്ങനെ നമ്മുടെ ചെക്കന്മാർ കളി തുടങ്ങി. അതുമാണോ ഇത്? അതൊരു ഹായ് പറഞ്ഞേ. പിന്നെ ഞാൻ നേരെ പോയി ഫ്രിഡ്ജ് തുറന്നു. ഫ്രിഡ്ജിൻ്റെ അകത്ത് കണ്ടു കുറേ സാധനങ്ങൾ ഇങ്ങനെയുണ്ട്. ഇത് എപ്പോഴും കാണും, കാരണം മാമിക്കൊരു കടയുണ്ട്, ഒരു ബേക്കറി ഉണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യാറ്. ഞാൻ പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഞാനൊരു പിസ്തയുടെ സിപ്പപ്പ് എടുത്തിട്ടുണ്ട് ഗായ്സ്. ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലെ സിപ്പപ്പ് ഐസ്ക്രീം നമുക്ക് ഫ്രീ ആയി കുടിക്കാം. നല്ല ടേസ്റ്റുണ്ട്. കൂറയായിട്ട് ഇവിടെ നിന്ന് അഞ്ചുമോൾ. ഞാൻ വന്നത് കൊണ്ട് മാത്രം ഗായ്സ്, കുറച്ച് മുമ്പ് വരെ ഇവിടെ മമ്മി ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്ന അഞ്ചുമോള് ഞാൻ വന്നത് കൊണ്ടും വീഡിയോ എടുക്കുന്നത് കൊണ്ടും മാത്രം ഒരുങ്ങി ബ്ലഷ് അടിച്ച് വന്നിട്ടുണ്ട്.
എന്തുണ്ട് വിശേഷം? എന്നെ കണ്ടപ്പോൾ സന്തോഷമായിടി. എനിക്ക് എന്ത് തരും? എല്ലാം കഴിച്ചിട്ടുണ്ട്, ഒന്നുമില്ല ഇവിടെ കഴിക്കാൻ. ഇനി ഫ്രിഡ്ജിൽ നിറച്ച് സാധനമുണ്ട് ഗൈസ്, നമുക്ക് പറ്റുന്ന അത്രയും കഴിച്ചിട്ട് പോവാം. അപ്പം എന്തൊക്കെ കഴിക്കും ഞാൻ കാണിച്ചു തരാമേ ഗൈസ്. അപ്പം ഞാൻ സിപ്പ കുടിച്ചു കഴിഞ്ഞു, 2 സിപ്പ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീം എടുക്കുന്നത്. ഞാൻ വന്നത് നഷ്ടമെന്നാണ് മാമി കുടിച്ച് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഐസ്ക്രീം നമുക്ക് കുടിച്ചിട്ട് റിവ്യൂ പറയാം. കൊള്ളാം ഗൈസ്. ബെബിനോസ് ആ ബ്രാൻഡാണ്. ഏത് ബ്രാൻഡിലും കൊള്ളാൻ എനിക്ക് ഇഷ്ടമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ 2 ചെക്കന്മാരും അടങ്ങിയിരിക്കാത്തത് കാരണം അവന്മാരൊന്ന് വശീകരിക്കാൻ വേണ്ടി നമ്മളതാ ഇങ്ങനെ റോബോട്ടിൻ്റെ കാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഇതൊക്കെ കുറേ നേരം കളിച്ചു. അതും ഇത് പേടിയാണ്. ഡാഡ് പിന്നെ ഇത് ഫസ്റ്റ് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അത് നോക്കിയിരിക്കുവാണ്. എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇവന്മാരൊന്ന് അടക്കി നിർത്തണമല്ലോ. സ്ട്രഗിൾസ് ഓഫ് മമ്മി ലൈഫാണ് ഗൈസ് ഇത്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നാളെ ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും, എന്നാൽ നാളെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇന്നിപ്പോൾ ഞാൻ അമ്മയുടെ കടയിലോട്ട് പോകാൻ പോവാണ്. ഞാൻ വരുമെന്ന് അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് സർപ്രൈസാണ് ഗൈസ്. അമ്മ വിളിച്ചപ്പോൾ അങ്ങനെ നെടുമങ്ങാട് നിൽക്കുവാണെന്നാണ് പറഞ്ഞത്. നമുക്കിന്ന് അപ്രതീക്ഷിതമായി അമ്മയുടെ അടുത്ത് ചെല്ലാം. അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പം അഞ്ചുമൊക്കെ ബൈ പറയൂ. അത് ബൈ പറ. ആ ഡാഡു അൺലിമിറ്റഡായി ഉമ്മ കൊടുക്കും. ഓക്കെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി റെഡിയായി. പിന്നെ ഒരു 7up കൈ കിട്ടി, അതും കൂടെ കുടിച്ചിട്ടാവാം യാത്ര തീരുമാനിച്ച് ഞാനത് കുടിക്കാൻ തുടങ്ങി. ഗായ്സ്, ഇവളെ എൻ്റെ മോതിരം അടിച്ചു മാറ്റേണ്ട ശ്രമത്തിലാണ്. ഇതിട്ടോണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവള് മോഷ്ടിക്കുമെന്ന്. നമുക്കത് 5 കൊടുക്കാം. നാളെ അച്ഛൻ ശബരിമല പോകുന്നിടത്ത് കോവിലിൽ ഇട്ടുകൊണ്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വരും, അപ്പോൾ കൊടുക്കാം. പിന്നെ അതായി ഓടിപ്പോകുന്നത് അഞ്ചുമോളുടെ അനിയനാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അവൻ ഓടുന്നത്. ഓടിയ വഴിക്ക് പുല്ല് പോലും കുരുക്കില്ല, അത്ര സ്പീഡായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മാമി എനിക്ക് കുറച്ച് ഡയറി മിൽക്ക് മുട്ടയൊക്കെ തന്നു വിട്ടു. നേരെ കിട്ടിയൊരു ഓട്ടോയിൽ കയറി ഞാൻ അമ്മയുടെ കടയിലോട്ട് പോകാൻ പോവാണ്. കടയിൽ പോയിട്ടുള്ള അമ്മയുടെ റിയാക്ഷൻ കാണാം. അമ്മ എന്നെ കണ്ടുപിടിക്കുന്നോർത്ത് ഞാൻ എൻ്റെ കുറച്ച് മുന്നേ ഇറങ്ങി നടന്നാണ് പോകുന്നത്. പക്ഷേ ഗൈസ്, അമ്മയുടെ റിയാക്ഷൻ എനിക്ക് ഭയങ്കര നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. ഡാഡുവും കയ്യിൽ വെയിറ്റും എല്ലാം കൂടെ ആയതുകൊണ്ട് തൽക്കാലം കിട്ടിയ റിയാക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അങ്ങനെ എൻ്റെ മമ്മി ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. സാധാരണഗതിയിൽ ഞങ്ങളുടെ അങ്ങോട്ട് അമ്മ വരുമ്പം അമ്മയച്ഛൻ എപ്പോഴും പറയാതെ വരാറുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ ഞെട്ടി വായം തുറന്ന് നിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അമ്മയെ ഞെട്ടിച്ചു. നമ്മൾ വരില്ല എന്നാണ് അമ്മ കരുതിയത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡായി നമ്മളെ കണ്ടപ്പോൾ മമ്മിജിക്ക് സന്തോഷമായി. കൊച്ചുമോനെ കിട്ടിയ സന്തോഷത്തിൽ എന്നെപ്പോലും മൈൻഡ് ചെയ്യാതെ അമ്മ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡ് വന്നതിന് ശേഷം ഇങ്ങനെയാണ് നമ്മളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആവശ്യമേ ഇല്ല. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണല്ലോ, അതൊരു പ്രകൃതി നിയമമാണല്ലോ. അങ്ങനെ പിന്നെ അമ്മ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡു പിന്നെ അവിടെ കൂടെയൊക്കെ നടന്ന് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചൊക്കെ നടക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡുവിൻ്റെ അപ്പു എത്തിയിരിക്കുകയാണ് ഗായ്സ്. പിന്നെ അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരുടെ ആവശ്യമില്ല. അപ്പൂപ്പനും മോനും കൂടെ വീണ്ടും റീയൂണിയൻ നടത്തി സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന കാഴ്ചയാണത്. ഞാൻ പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും അമ്മയുടെ കടയിൽ ഓണർ വന്നു. ഇതാണ് ചേട്ടൻ്റെ പേര് പ്രവീൺ എന്നാണ്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ എനിക്ക് കുറേ സ്നാക്സ് തന്നു. എന്താണെന്ന് ഗൈസ് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അച്ഛൻ്റെ വണ്ടിയിൽ കയറി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അച്ഛൻ ഡാഡുവിനെ കൊണ്ട് താഴോട്ട് പോകുന്നു. ഞാൻ അച്ഛൻ്റെ ബേക്കിൽ നടന്നു പോകുന്നു. വീടെത്തിയതെന്താ, ഇവരാണ് നമ്മളെ വെൽക്കം ചെയ്തത്. 2 പൂച്ചക്കുട്ടികൾ. ഇതിപ്പോൾ 2-3 പേരുണ്ട്. ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ കുട്ടികളാണ് ഇവർ. ഹായ്. എൻ്റെ ഹായ് കേട്ട് ഇഷ്ടപ്പെടാതെ പൂച്ച അതിൻ്റെ പാട്ടിന് പോയി. ഡാഡു പിന്നെ പൂച്ചയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നേരെ പോയത് എൻ്റെ വീടിൻ്റെ ബാത്റൂമിലാണ്. യൂറിൻ പാസ് ചെയ്യാനല്ല ഗൈസ്, തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ പോയ സമയത്ത് എൻ്റെ റെനോവേഷൻ നടക്കുകയായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാഴ്ചയാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പം എനിക്കും എൻ്റെ അനിയനും ഇഷ്ടംപോലെ ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ മത്സരത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമായിരുന്നു. അതിൽ വളരെ കുറച്ചാണ് ഇരിക്കുന്നത്. ഇത് അവന് കിട്ടിയതാണ്. എനിക്ക് കിട്ടിയൊക്കെ നശിച്ചു പോയി. ഇതൊക്കെ അമ്മ ഇപ്പോൾ ഇവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണല്ലേ. അങ്ങനെ ഞാൻ വൈബ് ആസ്വദിക്കാൻ പോവാണ്. ഇവിടുത്തെ
ഒരു സന്ധ്യ ക്ലൈമറ്റൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ ഞാൻ വീടെത്തി ഗായ്സ്. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ വേണ്ടിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ട്രാവൽ ചെയ്ത് വന്നു വീട്ടിലോട്ട്. അത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. ഡാഡും ഉണ്ടാവും. അതുവരെ ബൈ.